വ്യൂവേഴ്സ് നമസ്കാരം. ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന കുക്കറി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഭവം ഒരു കിച്ചടിയാണ്. ഇതിൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ദാൽ കിച്ചടി എന്നാണ് പറയുന്നത്. ദാൽ എന്ന് പറഞ്ഞാൽ പരിപ്പ് കൊണ്ടുള്ളൊരു കിച്ചടിയാണ്. പക്ഷേ ഈ കിച്ചടി എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ അല്പം തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചടി മാതിരി ഉണ്ടാകുന്ന ഒരു കറിക്കാണ് കിച്ചടി എന്ന് പറയുക. പക്ഷേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ചെറുപയർ പരിപ്പും അരിയൊക്കെ കൂടി ഉണ്ടാക്കുന്ന ഒരു പുലാവ് പോലൊരു വിഭവമാണ്. ഇത് കഴിക്കുന്നത് സുഖമില്ലാതിരിക്കുമ്പോഴാണ്. നമ്മൾ പനി പിടിക്കുകയോ വയറ്റിൽ സുഖമില്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ആൾക്കാർ കഴിക്കുന്നതാണ്. നല്ല സാധനമാണ്, നല്ല ഹെൽത്തിയാണ്, യാതൊരു സംശയം വേണ്ട ഈ കാര്യത്തിൽ. നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കഞ്ഞി കുടിക്കും, ചുട്ട ചമ്മന്തി അരച്ച് കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം പച്ചരി, നമ്മൾ കഴിക്കാൻ പോകുന്ന പച്ചരി, അത് കഴിക്കുന്ന പൊന്നി അരിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാനിവിടെ ബാസ്മതി അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെറും പച്ചരിയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് കുറച്ച് നല്ല അരി എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകിച്ച് അസുഖം വരുന്നവർക്ക് കഴിക്കാനുള്ള ഒരു വിഭവമായിട്ട് കണക്കാക്കുക. അല്ലാതെയും കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വിഭവം നമുക്കൊന്ന് നോക്കാം. ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി അരിയാണ്, പച്ചരി. ഇത് അരക്കപ്പ്. അതുപോലെ തന്നെ ഇത് മൂങ് ദാൽ, നമ്മുടെ ചെറുപയർ പരിപ്പാണ്. ഇത് രണ്ടും അരമണിക്കൂർ കുതിർക്കണം. രണ്ടും അളവൊന്നാണെങ്കിലും ഇത് കുതിർന്ന് കഴിഞ്ഞപ്പോൾ ഇത് പരിപ്പ് വലുതായതാണ്. അപ്പോൾ അരക്കപ്പ് വെച്ചിരുന്നതാണ്. പിന്നെ ഒരു വലിയ സവാള, ഓനിയൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കൊത്തി അരിഞ്ഞാണ്. പിന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി ഇതാണ്. പിന്നെ ഒരു 2 പച്ചമുളകുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ജീരകമുണ്ട്. പിന്നെ അല്പം കായപ്പൊടിയുണ്ട്, കായമുണ്ട്, അല്പം മഞ്ഞളുണ്ട്. പിന്നെ ഞാൻ അല്പം നെയ്യും എണ്ണയും രണ്ടും എടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റിന് വേണ്ടി കൂടെയാണ്. ഇത് പശു നെയ്യാണ്, നമ്മുടെ നെയ്യ്, ക്ലാരിഫൈഡ് ബട്ടർ എന്ന് പറയും. അതുപോലെ തന്നെ ഇത് എണ്ണ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 3.5 കപ്പ് വെള്ളമുണ്ട് ഇതിൽ ഒഴിക്കാൻ വേണ്ടി. 3.5 കപ്പ് വെള്ളം. ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വയറിന് പിടിക്കാത്ത ഒരു ഐറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ്. അപ്പോൾ ഞാനിത് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതിനകത്ത് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ. പിന്നെ അടുത്തത് നമ്മുടെ ക്ലാരിഫൈഡ് ബട്ടർ, നമ്മുടെ പശു നെയ്യ്, ഘീ എന്ന് പറയുന്ന അതൊഴിച്ചു. ഇതൊരു ചെറിയ നല്ലൊരു ഫ്ലേവറും ചെറിയൊരു ടേസ്റ്റൊക്കെ കൊടുക്കും. ഇത് നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ജീരകം ഇട്ട് പൊട്ടിക്കാം. നമുക്കൊരു ടീസ്പൂൺ ജീരകം ഇടാം ഇതിൽ. ഒന്ന് പൊട്ടട്ട, ചെറുതായിട്ടേ പൊട്ടുള്ളൂ. സ്പ്ലട്ടറിങ് പൊട്ടുന്നുണ്ട്. ജീരകം ഒരുവിധം പൊട്ടിക്കഴിഞ്ഞു, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്ക് കൊത്തി അരിഞ്ഞ സവാള ഇടാം. ഒരു വലിയ സവാളയാണ്. ഫൈനലി ചോപ്പ് ഓനിയൻ. അല്പം നമുക്ക് ഉപ്പ് കൂടെ ചേർക്കാം, പെട്ടെന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഇത് ഏകദേശം വഴന്നു. ഇതിങ്ങനെ ബ്രൗൺ ആവേണ്ട കാര്യമില്ല, ഗോൾഡൻ ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഒന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ അടുത്തത് നമ്മൾ പച്ചമുളക് ഇടുകയാണ്. പച്ചമുളകാണ്, 2 പച്ചമുളകാണ് നമ്മൾ ചേർക്കുന്നത്. അതിൻ്റെ പുറമെ നമ്മൾ ഇഞ്ചിയാണ്, 1 ഇഞ്ച് ഇഞ്ചി, അത് ചോപ്പ് ചെയ്ത് ചേർക്കാം, അല്ലെങ്കിൽ
പേസ്റ്റായിട്ട് ചേർക്കാം. ഇഞ്ചി വയറിന് വളരെ നല്ല സാധനമാണ്. അടുത്തതായിട്ട് നമുക്ക് തക്കാളി ചോപ്പ് ചെയ്തതാണ്, ഒരു വലിയ തക്കാളി ഫൈനലി ചോപ്പിലാണ് അതും. അപ്പോൾ നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഇത് തക്കാളിക്ക് വേണ്ടിയുള്ള ഉപ്പാണ്. ഇതൊന്ന് മെൽറ്റാകുന്നവരെ നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. നമ്മുടെ തക്കാളി ഏകദേശം ഒന്ന് വന്ന് തുടങ്ങി. ഇനി നമുക്ക് അല്പം കായപ്പൊടി ചേർക്കാനുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. കായവും നിങ്ങൾക്കറിയാം വയറിന് വളരെ നല്ല സാധനമാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് വളരെയധികം ഉപയോഗിക്കുന്ന, അവർ എല്ലാ വിഭവങ്ങളിലും കായം ചേർക്കാറുണ്ട്. വളരെ നല്ല വിഭവമാണ്. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം വിഷസംഹാരി കൂടെയാണ്. വിഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇത് മാറ്റും. അതുപോലെ തന്നെ വടക്കേന്ത്യക്കാർ ഏത് അസുഖം വന്നു കഴിഞ്ഞാലും പാലിൽ മഞ്ഞൾ കലക്കി കുടിക്കാറുണ്ട്. അതുകൊണ്ട് മഞ്ഞൾ ഇതിലൊരു മസ്റ്റാണ്. അതാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ ചികിത്സ, പാലിൽ മഞ്ഞൾ ചേർത്ത് കുടിക്കുക. ഇനി നമുക്ക് അടുത്ത് ചേർക്കാനുള്ളത് നമ്മുടെ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഏത് തരത്തിലുള്ള അരിയാകാം, നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അരി ആയിരിക്കണം. ഇപ്പോൾ നമുക്ക് പൊന്നിയരി ഉപയോഗിക്കാം, ബസ്മതി അരി, ഇതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് അതേ വകയിലുള്ള അളവിലുള്ള പായസപ്പരിപ്പ്, അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ്, പായസപ്പരിപ്പ് എന്നതിന് പേരുണ്ട്. ഇതും വയറിന് വളരെ നല്ലതാണ് ചെറുപയർ. ഫ്ലെയിം കൂട്ടിയിട്ടു. ഇതൊന്ന് സോട്ടായി കഴിഞ്ഞ് വഴന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം ചേർക്കണം. വെള്ളം ചേർത്ത് ഉപ്പും നോക്കിയതിന് ശേഷം മൂടി വെച്ച് ഒരു 7-8 വിസിൽ എന്നാണ് കണക്ക്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് വേവിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഇതൊരു 3.5 കപ്പ് വെള്ളമാണുള്ളത്. അത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. ഉപ്പ് ഉണ്ടാവാൻ വഴിയില്ല അധികം. ഇല്ല. തിള വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് അതിൻ്റെ വെയിറ്റ് വിടാം. അപ്പോൾ ഇനി ഒന്ന് വിസിൽ വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമ്മറിൽ വെക്കുന്നു. ഇനി നമ്മളൊരു 10 മിനിറ്റ് ഇതിങ്ങനെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിസിൽ കേട്ട് കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ സിമ്മറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റീം ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് തുറന്നിട്ട് ഇളക്കാം. അപ്പോൾ നമ്മളുടെ കിച്ചടി ഏകദേശം തയ്യാറായി കഴിഞ്ഞെന്ന് തോന്നുന്നു.
സ്റ്റീം പോയി. നമുക്ക് വെയിറ്റ് എടുക്കാം. വെയിറ്റ് മാറ്റി ഇനി മൂടി പതുക്കെ മൂടി മാറ്റി നോക്കാം. ഇത് നമ്മുടെ ദാൽ, മൂങ് ദാൽ, ചെറുപയർ വേപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിയും ചോറ് അധികം വെന്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കിച്ചടി പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് പ്രസൻറ്റേഷൻ ഇടാം. അങ്ങനെ നമ്മുടെ ദാൽ കിച്ചടി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വളരെ നയന മനോഹരമായ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള വസ്തുക്കളൊന്നും ഇതിൽ ചേർന്നിട്ടില്ല. അപ്പോൾ ഇത് അസുഖം വരുമ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. എത്രയോ കോടിക്കണക്കിന് നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അസുഖം വരുമ്പോൾ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഞ്ഞിയുടെ പുറകെ പോകുന്നവർ കഞ്ഞി കുടിച്ചോ, പക്ഷേ ഇതും കൂടെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കാൻ ഞാനൊന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വളരെ സ്വാദിഷ്ടമായ വിഭവമാണ് ഇത്. ഇപ്പോൾ തന്നെ ഈ ഡാലും ഇതെല്ലാം കൂടെ ചേർത്ത്, പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്യുകയോ മറ്റാണെന്നുണ്ട്, കിച്ചടി KHICHDI കിച്ചടി എന്നാണ് ഇത് ഹിന്ദി പറയുക. കിച്ചടി KI അല്ല, KH ആണ്. അത് ഞാൻ അതിൽ പേര് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിഭവങ്ങൾ, ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഞാനത് കൃത്യമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറും ഒക്കെ ഞാനതിൽ കൊടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ ഇത് നിങ്ങൾ സഹകരിച്ചത് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇത് ഉണ്ടാക്കി കഴിച്ച് തന്നെ നോക്കിയിട്ട് ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ ബട്ടൺ വരും. ഓൾ കൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലേക്ക് വരും. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ പരിപാടി വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്തിക്കൊണ്ട് നിങ്ങളോട് ഇവിടെ വാങ്ങട്ടെ. നമസ്കാർ. ജയ് ഹിന്ദ്.